ലൈംഗികാതിക്രമം ആരോപിച്ച് സമൂഹമാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിച്ചതിനെ തുടർന്ന് യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി ഷിംജിത മുസ്തഫയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. കൂടാതെ ഷിംജിത വീഡിയോ ചിത്രീകരിച്ച ബസ്സിൽ ഉൾപ്പെടെ തെളിവെടുപ്പ് നടത്താനും സാധ്യതയുണ്ട്. ഇതിനിടെ ബസ്സിൽ നിന്നും ലൈംഗികാതിക്രമം നേരിട്ടതായി കാണിച്ച് പയ്യന്നൂർ പോലീസിൽ ഷിംജിത പരാതിയും നൽകിയിരുന്നു. മഞ്ചേരി വനിതാ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന ഷിംജിതയ്ക്കായുള്ള കസ്റ്റഡി അപേക്ഷ അന്വേഷണ സംഘം ഇന്ന് കോടതിയിൽ സമർപ്പിക്കും. 3 ദിവസത്തേക്കാണ് കസ്റ്റഡി ആവശ്യപ്പെടുക. ഷിംജിതയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ഫോൺ കൂടുതൽ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചിരുന്നു. സംഭവം നടന്ന ദിവസം 7 വീഡിയോ ഷിംജിത ചിത്രീകരിച്ചിരുന്നു. എന്നാൽ ഇതെല്ലാം ഫോണിൽ നിന്ന് കളഞ്ഞിരുന്നു. ഇത് തിരിച്ചെടുക്കും. ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം ഉണ്ടായെന്നാണ് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ഷിംജിത ആവർത്തിച്ചത്. എന്നാൽ ഇത് സാധൂകരിക്കുന്ന തെളിവുകളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. അറസ്റ്റിലായ ഷിംജിതയെ 14 ദിവസത്തേക്കാണ് കോടതി റിമാൻഡ് ചെയ്തത്. ഷിംജിത മുസ്തഫ നൽകിയ ജാമ്യ ഹർജി കുന്നമംഗലം കോടതി ശനിയാഴ്ച പരിഗണിക്കും. ജനം, കോഴിക്കോട്.